അപ്പോൾ എന്താണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? $90 മുതൽ 250 രൂപ വരെ റേഞ്ച്. ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നു? നമ്മളെല്ലാവരും വീടിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ വേണ്ടി നമ്മളതിന് മുന്നിൽ ഗാർഡൻ വർക്ക് ചെയ്യാറുണ്ട്, അതുപോലെ സ്റ്റോൺ വർക്ക്സ് ചെയ്യാറുണ്ട്, അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാറുണ്ട്. ഈ വർക്കുകളെക്കുറിച്ചുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്ലാരിടെക് ഇൻഫോയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇതിനുവേണ്ടി ചെയ്യാൻ കൂടെ ഉള്ളത് ലക്ഷ്മി സ്റ്റോൺ വർക്സിൻ്റെ ഓണറായിട്ടുള്ള രേണു ജനാർദ്ദനൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത്. സോ ഇതാണ് രേണു ജനാർദ്ദനൻ ചേട്ടാ. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു വീട് പണി കഴിയുമ്പോൾ നമ്മൾ അതിന് മുന്നിലായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അതിലൊന്നാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാൻഡ്സ്കേപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ വീടിൻ്റെ സ്ട്രക്ചറുകളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതിൽ കവിഞ്ഞ് ഫ്രണ്ടേജിലും ഒക്കെ വരുമ്പോൾ വീടിന് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഫ്രണ്ടേജാണ് വീടിൻ്റെ സ്ട്രക്ചർ. മേളിലോട്ട് നോക്കും, താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യങ്ങളായിരിക്കും കാണുന്നത്. അതിൽ നാച്ചുറൽ സ്റ്റോൺ ഉണ്ട്, ഇന്റർലോക്ക് സ്റ്റോൺ ഉണ്ട്. ഓക്കെ. അതിൻ്റെ പല വെറൈറ്റികളാണ്. ഓക്കെ. അന്നേരം പിന്നെ ഗാർഡനിങ് വരും, ഗാർഡനിങ് വരും. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് വീടിനൊരു ഭംഗി വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ക്വാളിറ്റീസ് എങ്ങനെയാണ്? ഇതിൻ്റെ പല ക്വാളിറ്റീസ് ഉണ്ടോ ഈ ഒരു? സ്റ്റോണിൽ തന്നെ ഇപ്പോൾ താന്തൂർ സ്റ്റോൺ ഉണ്ട്, ബാംഗ്ലൂർ സ്റ്റോൺ ഉണ്ട്, കടപ്പ സ്റ്റോൺ ഉണ്ട്. ഓക്കെ. അതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് വരുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ. ഓക്കെ. കടപ്പായും താന്തൂറും ഒക്കെ റേറ്റിൽ സ്വല്പം കുറവ് വരുന്നതുകൊണ്ട് പിന്നെ അതും നാച്ചുറൽ സ്റ്റോണാണ്. നാച്ചുറൽ സ്റ്റോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ്റർലോക്കിനാണെന്നുണ്ടെങ്കിൽ ചൂടാണ്. ആ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം സ്റ്റോൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചൂട് കുറയും. നമ്മുടെ വീട്ടിലെ സിറ്റ് ഔട്ടിലൊക്കെ സ്വാതന്ത്ര്യമായിട്ട് ഇരിക്കാം, നല്ല കൂളായിട്ടിരിക്കാം. മറ്റേ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ചൂട് ഡബിളാകും. ഓക്കെ. ഇത് ചൂട് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ചൂട് പെരക്കകത്തോട്ട് വരത്തില്ല. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ചേട്ടാ, അതേപോലെ ഈ ഒരു ഇതിൻ്റെ സൈസൊക്കെ എങ്ങനെയാണ്? അത് നമ്മളെ ഇഷ്ടം അനുസരിച്ച് അത് സൈസ് എന്ന് പറയുമ്പോൾ ഒന്നുക്കൊന്ന് 1x1 മുതൽ മേളിലോട്ട് 6x2 വരെ ഉള്ള സൈസ്. അത് നമുക്ക് ഈ സൈറ്റിൽ ചെയ്തേക്കുന്ന 2x1ഉം 2x2ഉം മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വാക്ക് വേ അങ്ങനെയുള്ള വേകളൊക്കെ വരുമ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ടൈപ്പ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് 4x1 ആകാം, 3x1 ആകാം, അല്ലെങ്കിൽ 5x1 ആകാം, 6x1 ആകാം. അത് ഓരോന്നിൻ്റെ ഭംഗിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഓരോ വീടിൻ്റെ ആ ഒരു സ്ട്രക്ചർ വർക്കിന് അനുസൃതമായിട്ടുള്ള വർക്കുകളായിരിക്കും. വീടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിൻ്റെ സൈസുകൾ കസ്റ്റമേഴ്സ് പറയും. അതുകൂടാതെ നമ്മളോടൊന്ന് സജസ്റ്റ് അങ്ങനെ ആയിരിക്കും നിശ്ചയിക്കും. അതേപോലെ ഇതിൻ്റെ തിക്നെസ് എങ്ങനെയാണ്? തിക്നെസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോണിലെ ഞാൻ ചെയ്യുന്ന 50 mm മുതൽ മുകളിലോട്ട് 2 ഇഞ്ച് തീർത്തും വരും. പിന്നെ താന്തൂർ സ്റ്റോണിനകത്ത് 40 mm വരെ. അത് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കിപ്പം സ്റ്റോൺ എന്ന് പറയുമ്പം $90 മുതൽ 250 രൂപ വരെ റേഞ്ച് ഉണ്ട്. അതിനുള്ളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് റേറ്റ് കുറയും. തിക്നെസ് കൂടുമ്പോൾ റേറ്റ് കൂടും. പിന്നെ വലിയ ഓവർ സൈസ് ആകുമ്പോൾ റേറ്റ് കുറേ കൂടെ കൂടും. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ. അതേപോലെ ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നതൊക്കെ? ഈ ഒരു ബാംഗ്ലൂരിൽ നിന്നാണ് ബാംഗ്ലൂർ സ്റ്റോൺ വരുന്നത്. ഓക്കെ. അതിനകത്ത് പേര് മാത്രം ബാംഗ്ലൂർ എന്നല്ല, പ്രോപ്പർ അവിടെ നിന്നാണ്. വൈറ്റ് എന്ന് പറയും, സാദറലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നതാണ് വൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സ്വല്പം കൂടെ കുറഞ്ഞ് കുപ്പം വൈറ്റ് എന്ന് പറയും. അതും ബാംഗ്ലൂർ സ്റ്റോൺ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ആന്ധ്രയുടെ മെറ്റീരിയൽ, താന്തൂർ, കടപ്പ, ഇതെല്ലാം ആന്ധ്രയുടെ മെറ്റീരിയൽ. ചേട്ടാ, ഇതിൻ്റെ ലേയിങ് മെത്തേഡ് എങ്ങനെയാണ്? ലേയിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിന് വാട്ടർ ലെവൽ ചെയ്ത് നമുക്ക് വെള്ളം സ്ലോപ്പ് എങ്ങോട്ട് പോകണം, സ്ലോപ്പ്
എങ്ങോട്ട് പോകണം അതിൻ്റെ അനുസരിച്ച് നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടാണ് ലേ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് 2 ടൈപ്പിലുള്ള ഗ്രാസ് വെക്കുന്നുണ്ട്. ഒന്ന് ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഒന്ന് നാച്ചുറൽ ഗ്രാസ്. നാച്ചുറൽ ഗ്രാസ് വെക്കുമ്പോൾ ഗ്രാസിനിടയ്ക്കൂടെ വെള്ളം ഇറങ്ങും. നാച്ചുറൽ ആണെങ്കിൽ ഗ്രാസിനിടയ്ക്കൂടെ വെള്ളം അടിയിലോട്ട് ഇറങ്ങും. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആകുമ്പോൾ ഈ കോൺക്രീറ്റ് ഫില്ലിങ് വരുന്നതുകൊണ്ട് അതിനടിയിൽ വെള്ളം ഇറങ്ങത്തില്ല. അതിനുവേണ്ടി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹോൾ അടിച്ചു കൊടുക്കും, വെള്ളം ഭൂമിയിലോട്ട് വലിയാൻ വേണ്ടി. അപ്പോൾ അത് ഈ ഗ്രാസ് വെക്കുന്നത് അപ്പം കസ്റ്റമറിൻ്റെ ഇതിലല്ലേ വെക്കുന്നത്? അതാണ് കസ്റ്റമർ ചോയ്സാണ്. നമ്മൾ 20 mm ഉണ്ട്, 25, 35, അത് കസ്റ്റമർ ചോയ്സാണ്. ഓക്കെ. അതിൽ ഏത് ഗ്രാസ് വേണമെന്നുള്ളതും എങ്ങനെയാണെന്ന് കസ്റ്റമർ പറയും. നമ്മുടെ ഒരു ടാർഗറ്റ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. പെബിൾസിനകത്തിൽ എന്തൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട്? പെബിൾസിനകത്തെന്ന് പറയുമ്പം ഒന്ന് ഈ സ്റ്റോൺ ഇടുന്ന കൂട്ടത്തിൽ ഡിസൈൻ വർക്കായിട്ട് പെബിൾസ് ചെയ്യുന്നുണ്ട്. ഡിസൈൻ വർക്കായിട്ട് അത് അവിടെ നിന്നും ചിലപ്പം ഒരു പർട്ടിക്കുലർ പ്ലേസ് നോക്കിയിട്ട് അതിൻ്റെ ഡിസൈൻ അനുസരിച്ച്. പിന്നെ അല്ലാതെ ഇൻസൈഡിലൊക്കെ വരുന്നിടത്ത് റോക്ക് ഗാർഡൻ ഫ്രണ്ടിൽ വരുന്നിടത്ത് റോക്ക് ഗാർഡൻ പെബിൾസിൻ്റെ പല വെറൈറ്റികൾ കോർത്തിണക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അത് ഇടയ്ക്ക് ഈ മെയിൻ്റനൻസ് ഇല്ലാത്ത ചെടികളും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു റോക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഇത് എത്ര ടൈം എടുക്കും നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു? ഫിനിഷ് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയയും ക്ലൈമറ്റും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏരിയ നമുക്ക് കിട്ടുന്ന ഏരിയ ചിലപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 3-4 ദിവസം. പിന്നെ വലിയ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച. അതല്ല അത് ഓവർ വലിയ വർക്കാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പീരീഡ് ഉണ്ട്, ടൈമിംഗ് പീരീഡ് വെച്ചിട്ട് എഗ്രിമെൻ്റ് ചെയ്താണ് ചെയ്യുന്നത്. ചെറിയ വർക്കൊക്കെ 3-4 ഒരാഴ്ചക്കുള്ളിൽ തീരുന്നതായില്ല. ഓക്കെ. അതേപോലെ ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. നാച്ചുറൽ സ്റ്റോണിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് വരുന്നില്ല, ആൾറെഡി വരുന്നില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ നടക്കുന്ന സമയത്തൊന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. അതിൽ വലുതായിട്ട് അഴുക്കൊന്നും പിടിക്കത്തില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. വല്ലപ്പോഴും ഒന്ന് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഒരു കാർ വാഷ് വെച്ച് അടിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടിരിക്കും. ഇതിന് പോളിഷ് ഒന്നുമില്ല, നാച്ചുറലായിട്ടുള്ളതാണ്. അന്നേരം പിന്നെ അതിനകത്ത് വേറെ മെയിൻ്റനൻസ് ഒന്നുമില്ല. പിന്നെ ഗാർഡൻ വരുന്നിടത്ത് ഗാർഡൻ ഇടയ്ക്ക് കള വരുന്നതും മറ്റേ ഗാർഡൻ പിന്നെ ഈ ഗ്രാസ് തിക്കായിട്ട് കയറുമ്പോൾ മഴ സീസണിലൊക്കെ തിക്കായിട്ട് വരും. ആ സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സ് വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മളത് പോയി കട്ട് ചെയ്ത് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു കൊടുക്കും. അതേപോലെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചേട്ടൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നത്? വേറെ വർക്കുകൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ടൈൽസ്, ഗ്രാനൈറ്റ്, പിന്നെ നാച്ചുറൽ ക്ലാഡിങ് സ്റ്റോൺ അത് ഇറക്കി നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെ ടൈൽസും ഗ്രാനൈറ്റും ഒക്കെ എല്ലാം ചെയ്യുന്നു. ഇതിൻ്റെ സംബന്ധമായിട്ടുള്ള ടൈൽസും ഗ്രാനൈറ്റും വർക്കുകളും സ്റ്റോൺ വർക്കും ലാൻഡ്സ്കേപ്പും ഇത്രയും വർക്കുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഏതൊക്കെ ഏരിയയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഈ ഒരു മാവേലിക്കര, ആലപ്പുഴ സൈഡ് മാത്രമാണോ അതോ എവിടെ വേണമെങ്കിലും റാന്നി, കോന്നി ഏരിയകളിലുണ്ട്. പിന്നെ കൂടുതലും നമ്മൾ നമ്മുടെ ലൊക്കാലിറ്റിയാ കേന്ദ്രീകരിച്ച് നോക്കുന്നത്. പിന്നെ എവിടെ വന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കും അവിടുത്തെ സാഹചര്യം അനുസരിച്ച്. ഓക്കെ. ഇന്നത്തെ ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മി സ്റ്റോൺ വർക്ക്സ് അതിൻ്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരെ ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പം വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ശ്രീരാജ്.